ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് സ്റ്റോറി ഓഫ് എ ബാങ്കിൾ. ഒരു വള്ളി പിടിക്കുന്ന കഥ. അത് തന്നെയാണ് സംഭവം. ഒരു വളനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു പടം. അതിന് മുന്നേ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് മോഹസിൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. മുന്നേ കട്ടിനെ കടോരമി അണ്ടകടഹം എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് ഹർഷാദ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട പുഴു ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ക്യാമറാമാൻ അഫ്നാസ്. എല്ലാം ഒരു മലപ്പുറം ടീംസാണ്. പിന്നെ എഡിറ്റർ സിദ്ദീഖ് ഹൈദർ. അതുപോലെ മ്യൂസിക് ചെയ്തേക്കുന്നത് കോവിന്ദ് വസന്തയാണ്. പുള്ളി ഈ പടത്തിൽ ഒരു ക്യാമിയോ പോലെ ഒരു ചെറിയ നൈസൊരു റോളും ചെയ്തിട്ടുണ്ട്. ഇതിലെ കാസ്റ്റ് പറയാം: ലുക്മാൻ അവറാന്, ധ്യാൻ ശ്രീനിവാസൻ, അബു സലീം, രവീന രവി, ഗോവിന്ദ് വസന്ത, വിജയരാഘവൻ, ശാന്തി കൃഷ്ണ, ശീതൾ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പടം ഭയങ്കര അടിപൊളി മൂവി എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് തിയേറ്ററിൽ ബോറടിക്കാതെ നൈസായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അത്യാവശ്യം നല്ല എന്റർടൈനിങ് പടമാണ്. ധ്യാൻ ശ്രീനിവാസന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു റോളാണ്, ഒരു നായർ റോളാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഇട്ട് പിടിപ്പിച്ച് ധ്യാൻ അങ്ങനെ ഒരു പഞ്ചിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ലുക്മാൻ അവറാൻ ഒരു പോലീസ് ഓഫീസറാണ്. വളനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫിലിമാണിത്. ആ ഒരു വള എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, പിന്നെ അതിൻ്റെ വാല്യൂ, ഇതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ, ഇത് മീൻസ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇതിൽ കംപ്ലീറ്റ്ലി മൂവി ഒരു സംഭവം തന്നെയാണ് അവസാനം വരെ. ലുക്മാൻ അവറാൻ്റെ കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ടൊരു ലുക്മാൻ അവറാൻ കുൻഫു സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസും ലുക്മാനും കൂടിയിട്ടുള്ള കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ ഇതിൽ രവീന രവി, ധ്യാൻ ശ്രീനിവാസന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ട്. പുള്ളിക്കാരി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിജയരാഘവന്റെയും ശാന്തി കൃഷ്ണയുടെയും കുറച്ചൊരു ബാക്ക് സ്റ്റോറി, ഗൾഫിൽ നടക്കുന്ന കുറച്ച് പാട്ടും സീക്വൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കാശ്മീരി പോലത്തെ ഒരു കാശ്മീരി ടൈപ്പോ അങ്ങനത്തെ ഒരു ഹിന്ദി സോങ് ഉണ്ട്. നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, BGM കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, മെസ്സിയും റൊണാൾഡോയും കൂടിയിട്ട്. അത് അങ്ങനത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പടം നമുക്ക് എവിടെയും അങ്ങനെ ലാഗ് അടിക്കാതെ അല്ലെങ്കിൽ നമുക്കൊരു ബോറിങ് ഫീൽ ചെയ്യാതെ സംഭവം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ നമുക്ക് ഇതൊക്കെ എന്തായിരുന്നു, അതെന്താ സംഭവം, ഇതെന്താ സംഭവം, അതുപോലെ കുറെ എൻഡ് ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. പടം കഴിയുമ്പോൾ നമുക്ക് അതെന്തായിരുന്നു അങ്ങനെ, ഇതെന്തായിരുന്നു ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരും. പക്ഷെ ഓവറോൾ കണ്ടിരിക്കാൻ നല്ലൊരു മൂവിയാണ്. ഇതിലതുപോലെ ഒരു ചെറിയ കലാപമൊക്കെ നടക്കുന്നത്. അത് ഏതിനാന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു വളയുടെ സ്റ്റോറി വളയുടെ ഒരു സ്റ്റോറി നമ്മുടെ ടൈറ്റിൽ കാണിക്കുന്നതിന്റെ കൂടെ ഒരു സ്റ്റോറി മോഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് ഈ മൂവിയിൽ നടക്കുന്ന സംഭവങ്ങളിലേക്ക് ഒരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു റിലേഷനോ ഒന്നും വരുന്നില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തു വെച്ചേക്കുന്ന കുറെ സംഭവങ്ങൾക്കും ഒരു അവസാനം ഇല്ലാണ്ട് ഉണ്ടായി പോയ പോലെ, അതിപ്പോ ഫിലിം കഴിയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക ധ്യാനിപ്പോ എന്തായി എന്നുള്ള ഒരു തോന്നൽ വരുന്ന രീതിയിലാണ് പടം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഓവറോൾ ഫിലിം ബിഗ് സ്ക്രീനിൽ പോയിട്ടൊരു വൺ ടൈം വാച്ച് ആണ്. ഫുള്ള് കണ്ടിരിക്കാം, ലാഗ് അടിക്കാതെ നൈസ് മൂവിയാണ്, എന്റർടൈനിങ് ആണ്. അപ്പോൾ പടം തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. കാണാത്തവർ പോയിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവിന്റെ റിവ്യൂല് വരുന്നവരേക്കും ബൈ.